നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ETF ഷോപ്പ് 1 കുറച്ച് നാളുകളായിട്ട് നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ ETF ഷോപ്പ് 1 എന്ന് പറഞ്ഞ മെത്തേഡ് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഇതുവരെ എത്ര പ്രോഫിറ്റിൽ എത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പാരലായിട്ട് ഈ ഒരു ETF ഷോപ്പ് 1 എന്ന് പറഞ്ഞ ETFകളുടെ ഒരു സ്വിംഗ് ട്രേഡിംഗ് മെത്തേഡ് ചെയ്യുന്നവർക്ക് അവരുടെ എക്സൽ ഷീറ്റുകളിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് വരുത്തേണ്ടത് എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു റെഫറൻസ് വീഡിയോ ആണ്. അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും ETF സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രചോദനം കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ETF ഷോപ്പ് 1 നമ്മുടെ സെറോദ എന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം 18ഓളം ETFകൾ നമ്മുടെ ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ ഉണ്ട്. ഓക്കെ, അത് കുറച്ച് പ്ലസ്സിലാണ്, കുറച്ച് മൈനസിലാണ്. അപ്പോൾ ഇതുവരെ അത് പ്രോഫിറ്റ് ബുക്കിംഗ് വരാത്ത ETFകളാണ് ഇവിടെ നിലവിൽ ഉള്ളത്. നമുക്കിതിൻ്റെ അകത്ത് P&L പ്രോഫിറ്റ് എത്ര വരെ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 2024 ഏപ്രിൽ 1 തീയതി തൊട്ട് നമുക്ക് ഇതുവരെ നമുക്ക് നോക്കാം. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എത്ര പ്രോഫിറ്റ് ഇതുവരെ അച്ചീവ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ അച്ചീവ് ചെയ്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 13,260 രൂപയാണ്. അതിൻ്റെ അത് കുറേ ചാർജസും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ബാക്കി 12,340 രൂപയാണ് നമുക്ക് ഇതുവരെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇത്രയും എമൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് എക്സൽ ഷീറ്റുകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോമ്പൗണ്ടിങ്ങിൻ്റെ എക്സൽ ഷീറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ എക്സൽ ഷീറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 5,000-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 3 ലക്ഷമായിരുന്നു നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ വേണ്ടിയിരുന്നത്. അപ്പോൾ ചിലവർ ചിലപ്പോൾ 1 ലക്ഷത്തിലായിരിക്കും ചെയ്യുന്നത്, ചിലവർ 2-ലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ എക്സൽ ഷീറ്റിൽ അവർ മാറ്റം എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 ലക്ഷം പ്ലസ് നമുക്ക് 12,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 11,000-ന് മേളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഫസ്റ്റ് റോ നമുക്കൊന്ന് ഗ്രീൻ ആക്കി കളയാം, കാരണം നമുക്കൊരു റെഫറൻസിന് വേണ്ടിയാണ്. ആ ഒരു റോ കംപ്ലീറ്റ് ആയി. നമ്മൾ സെക്കൻഡ് റോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ETF ഷോപ്പ് 2-ൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിരുന്നു, അതിൻ്റെ അകത്ത് 2 സ്റ്റെപ്പ് കഴിഞ്ഞിരുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ETF ഷോപ്പ് 1-ൽ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്രയാണ് ഇനി നമ്മൾ പർച്ചേസിങ് എമൗണ്ട് 5,183 അതപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്ത് 5,200 എന്ന് നമ്മുടെ പർച്ചേസിങ് എക്സൽ ഷീറ്റിൽ നമുക്ക് ആ ഒരു മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോൾ അത് നമുക്ക് വരുത്താം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ 5,000 എന്ന വാല്യൂ മാറ്റി നമുക്ക് 5,200 എന്നുള്ളത് ഇനി കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റിയുടെ വ്യത്യാസം വരുന്ന കാണാൻ സാധിക്കും. അപ്പോൾ 5,200 എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിച്ച് ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. തികച്ചും സൗജന്യമായിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഒരു വളരെ സിമ്പിളായിട്ട് നമുക്ക് ETFകൾ പതുക്കെ വിലക്കുറവിൽ എൻട്രി എടുത്ത് വിലക്കൂടലിൽ വിറ്റ് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഏകദേശം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കോപ്പിയാണെന്നൊക്കെ പറയാൻ പറ്റും. സ്റ്റോക്ക് പോലെ ETF നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ETF പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ സ്റ്റോക്കുകളുണ്ടാവും. അപ്പോൾ ആ ഒരു കുറേ സ്റ്റോക്കുകളുടെ ഒരു ബാസ്ക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിലക്കുറവിൽ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഫ്യൂച്ചറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് തന്നെ പോകേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ട്രസ്റ്റുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ മാത്രം വന്ന് പഠിക്കുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ കൂട്ടത്തിൽ ഈ മെത്തേഡ് പഠിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് കൃത്യമായിട്ട് അതെങ്ങനെ എക്സൽ ഷീറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തണമെന്നൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ETF ഷോപ്പ് 2 അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഇതുവരെ എത്ര പ്രോഫിറ്റ് അച്ചീവ് ചെയ്തു, ആ ഒരു പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേന് എക്സൽ ഷീറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്താമെന്നും ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നതായിരിക്കും. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 1-2 അല്ലെങ്കിൽ 2-3 വഴികൾ തിരഞ്ഞെടുക്കുക. ഓരോ വഴിയിലും ഒരു 20-30% ഇയർലി റിട്ടേൺ അച്ചീവ് ചെയ്ത് മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അതിമനോഹരമായിട്ടുള്ളൊരു കോമ്പൗണ്ടിങ് റിട്ടേൺ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ETF ഷോപ്പ് 1 മാത്രം ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ ബാക്കിയിരിക്കുന്നത് ഉപയോഗിച്ച് ETF ഷോപ്പ് 2-ഉം കമ്പൈൻ ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ക്യാപിറ്റലിൽ ഷോർട്ടേജ് വരുന്ന സമയത്ത് മാത്രം നമുക്ക് കുറച്ച് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ മാറി നിന്ന് അങ്ങനെയാണെങ്കിലും പോകാൻ സാധിക്കും. അതായത് സിംഗിൾ ക്യാപിറ്റൽ ETF ഷോപ്പ് 1-ന് ആവശ്യമുള്ള ക്യാപിറ്റൽ മാത്രം മതി നമുക്ക് വേണമെങ്കിൽ ETF ഷോപ്പ് 2-ഉം കമ്പൈൻ ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പഠിച്ച റൂൾസ് എല്ലാം സെയിം ആയിട്ട് തന്നെ മുമ്പോട്ട് പോവുക. ആകെപ്പാടെ ബാക്കിയുള്ള ബാലൻസ് ക്യാപിറ്റൽ ഉപയോഗിച്ച്
നെക്സ്റ്റ് ETF ഷോപ്പ് 1 ആണ് ചെയ്യുന്നതെങ്കിൽ ETF ഷോപ്പ് 2 ആ ബാലൻസ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.